ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദ ഈ നിർമ്മലിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങുക. എന്നിട്ട് എനിക്കൊരു സഹായം ചെയ്യാവോ, എന്നെ ഒന്ന് വീട്ടിലാക്കാവോ എന്നൊക്കെ നിർമ്മലിനോട് ചോദിക്കുവാണ് ഈ നന്ദയിരുന്ന്. ഇതേ സമയത്ത് പിങ്കിയുടെ ശരീരം അനക്കാൻ വേണ്ടി നമ്മുടെ ലക്ഷ്മി അവിടെ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. ശരീരങ്ങ് അനങ്ങട്ടെ എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് അടിച്ചു വാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിങ്കിക്ക് ഒട്ടും ദഹിക്കുന്നില്ല. അപ്പോഴേക്കും ഗിരിജ അങ്ങോട്ടേക്ക് വന്നു. അയ്യോ, എൻ്റെ പിങ്കി മോള് മടുത്തോ, എങ്കിൽ മതിയാക്കാം എന്നും പറഞ്ഞു. അപ്പം എന്താ ഗിരിജ ഇത്, എന്തൊക്കെയാ ഗിരിജ പറയുന്നേ? ഇത്രയ്ക്ക് ബോധമൊന്നും ഇല്ലേ ഗിരിജയ്ക്ക്? 3 പ്രസവിച്ച കഥയൊക്കെ പറയാറുണ്ടല്ലോ. അത് പിന്നെ പിങ്കിമോള് മടുത്തത് കൊണ്ടല്ലേ ലക്ഷ്മി എന്ന് ഗിരിജ അന്നേരം ചോദിച്ചു. എന്തുകൊണ്ടാ മടുക്കുന്നത്? നിത്യവും ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യാത്തത് കൊണ്ടാണെന്ന് ലക്ഷ്മി അന്നേരം പറയുക. പിങ്കിക്ക് ഇതൊന്നും അങ്ങ് ദഹിക്കുന്നില്ല കേട്ടോ. പിങ്കി മോളെ നോക്ക്, മോളിപ്പോൾ ഈ തിണ്ണ അടിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ, കുറച്ചുകൂടെ അടിച്ചു വരാൻ പറഞ്ഞു. ദേ നോക്ക്, മോളിപ്പോൾ ഇത്തിരി കഷ്ടപ്പെട്ടില്ലെങ്കിലേ പ്രസവത്തിൻ്റെ സമയത്ത് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം നാളെ അടിച്ചാൽ മതിയോ? പോരാ, ഇന്നത്തെ കോട്ട ഇന്ന് തന്നെ തീർക്കണമെന്ന് ലക്ഷ്മി പറഞ്ഞു. ചെയ്യുമെന്ന് പറഞ്ഞു. ഗിരിജയെ നോക്കി നിൽക്കുകയാണ്. പിങ്കിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക ലക്ഷ്മി. ഈ സമയത്താണ് നമ്മുടെ നന്ദ ഒരാളോടൊപ്പം ബൈക്കിന് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഇവരിങ്ങനെ നോക്കി നിൽക്കുക. നന്ദ ഇങ്ങനെ ചിരിച്ചു കിട്ടോ. അപ്പോഴേക്കും ഗിരിജ ഇത് അയാളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു. പിങ്കി അത് ആരാണെന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞു. നമ്മുടെ രക്ഷകൻ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ നോക്കുവാണേ. ഈ സമയത്ത് നമ്മുടെ നന്ദ ഇറങ്ങി വാന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുവായി നിർമ്മലിനെ. അപ്പം മോളെ ആരാ മോളെ ഇതെന്ന് ചോദിച്ചു ലക്ഷ്മി. ഇയാളാ നേരത്തെ ഞങ്ങളെ രക്ഷിച്ചതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി ഇങ്ങനെ പറയുന്ന തീരുമല്ല നമ്മുടെ നിർമ്മൽ ഹെൽമെറ്റ് ഊരി നോക്കിയപ്പോൾ ദേ അർജുൻ വന്ന് മുന്നിൽ നിൽക്കുന്നു. എല്ലാവരും നിമിഷത്തേക്ക് സ്റ്റക്കായി പോയിട്ടോ. ഭയങ്കരമായിട്ടുള്ളൊരു ഇതിലേക്ക് നമ്മുടെ പിങ്കി ഇങ്ങനെ വരുന്നു. വന്നിട്ട് ഇങ്ങനെ ഒരു നിമിഷം അർജുനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുവാണ്. അപ്പോൾ ഇങ്ങനെ പിങ്കി ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞൊട്ടി വിളിച്ചു. അപ്പോഴത്തേക്കും പിങ്കി പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമല്ലേ. അപ്പോൾ നന്ദയ്ക്കും ഭയങ്കര സന്തോഷം. അർജുൻ എന്നും പറഞ്ഞിങ്ങനെ പിങ്കി വിളിച്ചപ്പം അർജുനോ അതാരാ അർജുൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിർമ്മലും ഇങ്ങനെ നിന്ന് പറയുവാണേ. അർജുൻ എന്ന് പറഞ്ഞ് പിങ്കി വിളിക്കുക. ഈ സമയം അർജുൻ എന്ന് പറഞ്ഞിട്ട് നന്ദയുടെ നേരെ നോക്കി. ആരാ ഈ അർജുൻ എന്ന് നിർമ്മലി ചോദിച്ചു. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറാ, മരിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ പിങ്കി ഇത് നിർമ്മൽ, ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ടതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറയാം. അപ്പോൾ നിർമ്മൽ അകത്തേക്ക് വരാൻ പറഞ്ഞു. അല്ല എനിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വരെ വന്നാലേ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എനിക്ക് ആവശ്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് അറിയാം, എന്തായാലും വരൂ എന്ന് പറഞ്ഞിട്ട് നന്ദ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവുക. പിങ്കി ഒരു നിമിഷത്തേക്ക് സ്റ്റക്കായിട്ട് തന്നെ അവിടെ അങ്ങനെ നിൽക്കുവാണ്. പിങ്കിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പെട്ടെന്ന് ലക്ഷ്മിയും അതുപോലെ തന്നെ നമ്മുടെ ഗിരിജയും കൂടെ ഓടി ഇറങ്ങി പിങ്കിയുടെ അടുത്തേക്ക് വന്നു. മോളെ പിങ്കി എന്താ ഒരു വ്യത്യാസവും ഇല്ല, അത് നമ്മുടെ അർജുൻ മോൻ തന്നെയാ, ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ ചോദിക്കുവാണേ. അത് അമ്മായി ഞാനും ആലോചിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി ഇങ്ങനെ അവിടെ നിന്ന് പറയുവാണ്. അപ്പോഴാണ് സുമംഗല അങ്ങോട്ടേക്ക് വരുന്നത്. സുമംഗല വരുമ്പോൾ കാണുന്നത് അർജുനെയും കൊണ്ട് നമ്മുടെ നന്ദ വരുന്നതാ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ സുമംഗല ആകെ തളർന്നു പോയിട്ടോ. എന്ത് ചെയ്യണമെന്ന് സുമംഗലയ്ക്ക് അറിയില്ല. അപ്പോൾ സുമംഗലയെ നോക്കിക്കൊണ്ട് നന്ദ ഇങ്ങനെ ചിരിക്കുന്നു. അപ്പോൾ ഈ അമ്മയെ നോക്കിക്കൊണ്ട് അർജുൻ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അമ്മ മകനെ കണ്ടതിൻ്റെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക. ഓടി വന്നിങ്ങനെ നിൽക്കുന്നു. അമ്മേ ഇത് നിർമ്മൽ. പരിചയപ്പെട്ടപ്പോൾ തന്നെ ഞാൻ ഫുൾ ഡീറ്റെയിൽസും നിർമ്മലിൻ്റെ എടുത്തു. ഒറ്റപ്പാലംകാരനാണെന്നും അച്ഛൻ ബാലഗോപാലൻ, അതുപോലെ അമ്മ സാവിത്രിയാണെന്നും പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് ഞെട്ടി നമ്മുടെ സുമംഗല ആകെ ഇതായിട്ടോ. അപ്പോൾ നിർമ്മൽ ഇങ്ങനെ നോക്കി നിൽക്കുക. യാദർശികമായിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതാണെന്നും എല്ലാവരെയും പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ചെറിയൊരു കള്ളം പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നതാണെന്നും പറഞ്ഞു നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നോക്കുമോ, ഈ നിർമ്മലിനും കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. ഈ സമയത്ത് സുമംഗലയോട് സാവിത്രി പറഞ്ഞതിനെ പറ്റി സുമംഗല ആലോചിക്കുവാണ്. പെട്ടെന്ന് നമ്മുടെ മോനെ അർജുൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുക നിർമ്മലിനെ. അപ്പോൾ അർജുൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ നമ്മുടെ നിർമ്മലിനൊന്നും മനസ്സിലാകുന്നില്ല. ഡോക്ടറെ ഇതൊക്കെ എന്താ ഇതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ സുമംഗല ഭയങ്കര കരച്ചിൽ. നമ്മുടെ നിർമ്മലിനും ആകെ എന്തോ പോലെ ആയിപ്പോയി. ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുമോ നിർമ്മല. അപ്പം ഞാൻ മനഃപൂർവ്വമായിട്ട് തന്നെ നിർമ്മലിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു. ഈ വീട്ടിലുള്ളവർക്കേ നിങ്ങളെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാനെന്താ പ്രദർശന വസ്തു വല്ലതുമാണോ അതോ വലിയ വിചിത്ര ജീവിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമല്ല നിർമ്മൽ, ഞാനൊരാളെ കാണിച്ചു തരാം നിർമ്മലിന്. എനിക്കാരെയും കാണണ്ട എന്ന് പറഞ്ഞപ്പോൾ കാണണം നിർമ്മൽ, അത് കാണണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ നിർമ്മലിനെ കൊണ്ടുപോയി അർജുൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതാ നോക്കുന്നും പറഞ്ഞു. അർജുൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ നിർമ്മൽ തന്നെ ഞെട്ടിപ്പോയി. നിർമ്മലൊട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊന്നുള്ളൊരു കാഴ്ചകൾ കാണേണ്ടി വരുമെന്ന്.
നിർമ്മൽ ഇങ്ങനെ നോക്കിയിട്ട് പതുക്കെ നടന്ന് ഫോട്ടോയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴത്തേക്കും പിങ്കിയും ഗിരിജ ഇവരെല്ലാവരും കയറി വരിക. അപ്പോൾ നിർമ്മൽ ഈ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ നിർമ്മലിനും ഒന്നും മനസ്സിലാകുന്നില്ല. നിർമ്മൽ നേരെ തിരിഞ്ഞു. അന്നേരത്തേക്ക് നമ്മുടെ നന്ദ കാര്യങ്ങളെല്ലാം പറയുവാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഴയ കാര്യങ്ങളെല്ലാം നമ്മുടെ നിർമ്മൽ നേരത്തേക്ക് ഓർത്തെടുക്കും, അച്ഛൻ്റെ ഫോട്ടോയ്ക്കൊപ്പം നിന്നതും ഒക്കെ. അപ്പം അങ്ങനെ അതെല്ലാം ആലോചിക്കുന്നു. പിന്നെ ഇത് അർജുൻ്റെ അമ്മ സുമംഗല ഇതൊക്കെ പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുക. എന്തുകൊണ്ടാണ് ഈ വീട്ടിലുള്ളവരെല്ലാം നിർമ്മലിനെ കണ്ട് നടുങ്ങിയതെന്ന് മനസ്സിലായില്ലേ എന്ന് പിങ്കി അന്നേരം ചോദിച്ചു. ദേ, അർജുന് വേണ്ടപ്പെട്ടവരായ ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ മുന്നിൽ അർജുനാണ് നിർമ്മൽ ഇപ്പോൾ എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു. അപ്പോഴും അർജുൻ അന്തം വിട്ട് നിൽക്കും അവിടെ. അപ്പോൾ പിങ്കി ഇങ്ങനെ പരിസരബോധം പോലും ഇല്ലാതെ വന്ന് ഇങ്ങനെ നിർമ്മലിനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എനിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മൽ ഒരൊറ്റ പോക്ക് പോകാൻ തുടങ്ങുമ്പോൾ മോനെ എന്നും പറഞ്ഞ് പിടിച്ചു നിർത്തുമോ നമ്മുടെ സുമംഗല. മോനെ, സാവിത്രി എന്നെ വിളിച്ചിരുന്നു, നീ വരുമെന്ന് പറഞ്ഞെന്നും ശത്രുവാ വരുന്നതെന്നാണ് ഞാൻ കരുതിയതെന്നും പക്ഷേ എൻ്റെ മകനെയാണ് ഈ തിരിച്ചു വരുന്നതെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല എന്ന് നമ്മുടെ സുമംഗല പറയുക. അപ്പം അത് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കുമോ ഇവരെല്ലാവരും. ഇവർക്ക് ആർക്കും ഒന്നും മനസ്സിലായില്ല, പിങ്കിക്കൊക്കെ. അല്ല, ഞാൻ ആരുടെയും മകനല്ല. ഈ നിമിഷം വരെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞങ്ങളോട് തീരാത്ത പകയാണ് ഞങ്ങളോടുള്ളതെന്ന് അറിയാം എന്ന് പറഞ്ഞപ്പം ഇല്ലെന്ന് ഞാൻ വാദിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ നിമിഷം അതെല്ലാം ഞാൻ മറക്കുകയാണെന്ന് സുമംഗല നമ്മുടെ നിർമ്മലിനോട് പറയുക. ഇത് കേട്ടപ്പോൾ നമ്മുടെ പിങ്കിയൊക്കെ ആയും പൊളിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. നീ പോവല്ലേ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സുമംഗല പറയണു കേട്ടോ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ആകെ ശല്യമായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നിർമ്മല ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് നിർമ്മല പിടിച്ചു നിർത്തുമോ സുമംഗല. ഇത്ര കാലമായെന്നറിയോ ഞാൻ എൻ്റെ മോനോർത്ത് കരയുന്നത്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഈശ്വരൻ നിന്നെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയതെന്നൊക്കെ പറയണു. അങ്ങനെ നിർമ്മലിന് അവിടെ നിൽക്കാനുള്ള സാഹചര്യങ്ങൾ സ്വയമേ നമ്മുടെ സുമംഗലയായിട്ട് അതിനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഗിരിജ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അപ്പം നീ പോകരുത് മോനെ, നീ പോകരുത്, പകരം ഞാൻ എന്ത് വേണമെങ്കിലും നിനക്ക് തരാമെന്നും പറഞ്ഞ് സുമംഗല ഇങ്ങനെ പറയണു കേട്ടോ. അതും മകനെ കണ്ടുകൊണ്ട് ജീവിക്കാനൊരിത്. സാവിത്രി വിളിച്ച് ചോദിച്ചതുപോലെ ബാലേട്ടൻ്റെ തറവാട്ട് സ്വത്ത് ഞാൻ നിനക്ക് തന്നെ തരാം, അത് വേണമെങ്കിൽ ഞാൻ നിനക്ക് തരാമെന്നൊക്കെ സുമംഗല പറഞ്ഞു. നീ ഇപ്പോൾ പോവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നീ കൈ കൂപ്പി യാചിക്കുവാണ് നമ്മുടെ സുമംഗല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മിക്കും കരച്ചിൽ വരുന്നു. ലക്ഷ്മി കരയുക. അമ്മ എനിക്ക് പോകണം, അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ അത്യാഗ്രഹമായിരിക്കും, എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട, ഞാൻ പോവുകയാണെന്നും പറഞ്ഞു ഇങ്ങനെ നിർമ്മൽ ഇറങ്ങി പോവുക. നിർമ്മൽ ഇറങ്ങി പോകുമ്പോൾ മോനെയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമംഗല വിളിച്ചു. പക്ഷേ നിർമ്മൽ ഇറങ്ങിപ്പോയി. അപ്പോൾ എന്താ അപ്പച്ചി ഇങ്ങനെ കരയല്ലേ, നമുക്ക് നമ്മുടെ അർജുൻ്റെ മുഖമുള്ള നിർമ്മലിനെ ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞില്ലേ, അതോർത്ത് ആശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. നന്ദ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിങ്കിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു ഒഴുകുക. പിങ്കിയാണിപ്പോൾ ധർമ്മസങ്കടത്തിലായത്. അങ്ങനെ പിങ്കി നേരെ മുറിയിൽ ചെന്നിങ്ങനെ ഇരുന്ന് തല പുകഞ്ഞാലോചിക്കുക എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ പഴയ ഓരോ കാര്യങ്ങളും അതുപോലെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ നിർമ്മലിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെൻ്റലി ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഗിരിജ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. പിങ്കി മോളെ, നീ എന്താ ഇവിടെ ഇരുന്ന് ആലോചിക്കുന്നേ എന്ന് ചോദിച്ചു. എന്താ മോളെ, എന്താ നീ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ വെറുതെ നിർമ്മലിനെ പറ്റിയാണോ നീ ആലോചിച്ചതെന്ന് ചോദിച്ചപ്പോൾ പിങ്കി ഇങ്ങനെ ചിറ്റയെ നോക്കുക. ആണോ മോളെ? ആണല്ലേ, എനിക്കറിയാം. അപ്പോൾ അതെന്ന് പിങ്കി പറയുകയും ചെയ്തു. മനസ്സിലെവിടെയോ ഒരു കൊളുത്ത് വീണതുപോലെ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറയണു കേട്ടോ. പിങ്കിക്ക് നിപ്പിൽ ഓരോ കൊളുത്ത് വീഴല, പിന്നെ എന്നാ ചെയ്യും. അപ്പോൾ പിങ്കി ഒരുപാട് ഓർമ്മകളിലേക്ക് തറഞ്ഞു കയറിയ ഒരു ചൂണ്ടക്കൊളുത്ത് കടലിൻ്റെ ആഴങ്ങളിൽ നിന്ന് അതെന്നെ കരയിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുക ചിറ്റ എന്ന് പറയുമ്പോൾ, മോളെ എന്താ നീ പറയുന്നേ, എന്താ നിനക്ക്? ഒരിക്കൽ ഞാൻ സ്നേഹിച്ചതല്ലായിരുന്നു ചിറ്റെ, അപ്പോൾ ഒരിക്കൽ ഞാൻ മനസ്സ് പങ്കുവെച്ച് കൊടുത്തതല്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ, മോളെ അത് അർജുനല്ലായിരുന്നു എന്ന് ചോദിച്ചു. അറിയാം, എനിക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ അത്. എൻ്റെ അർജുനെ ഞാൻ സ്നേഹിച്ചതാണെന്ന് എനിക്കറിയാം. അർജുൻ ഈ ഭൂമിയിൽ എവിടെയും ഇല്ല എന്ന് എനിക്കറിയാം. അവൻ്റെ മുടിനാരോ ഒരൊറ്റ ചാരോ പോലും ബാക്കിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതറിയാമല്ലോ നിനക്ക്, പിന്നെന്താ നീ ഇങ്ങനെയൊക്കെ എന്ന് ചിറ്റ ചോദിച്ചു. എന്നാലും അതേ രൂപത്തിൽ ഒരാൾ വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ ചിറ്റയെ കണ്ടില്ലെന്ന് നടിക്കുന്നേ, ചങ്കു പടയാതിരിക്കുമോ ചിറ്റേന്ന് പിങ്കി ചിറ്റയോട് ചോദിക്കാം. സുമംഗലാമ്മയ്ക്ക് പോലും അർജുൻ അരികിലുണ്ട് എന്ന് തോന്നിയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ മനസ്സിലാക്കാവല്ലോ വന്നയാളും അർജുനും തമ്മിലുള്ള ആ ഒരു സാദൃശ്യത്തെപ്പറ്റി, അതെത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യത്തെപ്പറ്റി. അതുകൊണ്ട് തന്നെയാ ശ്വാസം വിലങ്ങി ഞാനിങ്ങനെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ, മോളെ ദേ വേണ്ടാത്തതൊന്നും ആലോചിച്ച് കറിയേക്കരുതേന്ന്. അപ്പോൾ വേണ്ടാത്തതോ? എന്താ വേണ്ടാത്തത്? എന്താ ഞാൻ ആലോചിച്ചത് വേണ്ടാത്തത്? നീ സ്നേഹിച്ച അർജുനല്ല നിർമ്മൽ, രൂപമല്ലാതെ മറ്റൊരിടത്തും അർജുനല്ല അവനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ
ഗിരിജ പറഞ്ഞു കൊടുക്കുക പിങ്കിയോട്. ദേ, നിന്റെ മനസ്സിലും അർജുൻ്റെ പകരക്കാരനായും മാറരുത് കേട്ടോ നിർമ്മല. എന്താ ചിറ്റി ഈ പറയുന്നേ? എനിക്കറിയില്ലേ അത് എന്ന് ചോദിച്ചപ്പോൾ, അല്ല ഞാൻ പറഞ്ഞത് മോളെ, അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യണ്ട ചിറ്റ, എനിക്ക് കേൾക്കുകയും വേണ്ട. അങ്ങനെ ആരെങ്കിലും കണ്ടാൽ ഉടനെ അർജുനാണെന്ന് കരുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ, മനസ്സിലായോ എന്ന് ചോദിച്ചു. ചുറ്റും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. അർജുൻ്റെ സ്ഥാനം ഇന്നും എൻ്റെ നെഞ്ചിലെ വേറെയാ. മറ്റൊരാളെ ഞാൻ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെങ്കിലേ അത് ഗൗതത്തെ മാത്രമായിരിക്കുമെന്ന് നമ്മുടെ പിങ്കി അന്നേരവും പറയണം. പിന്നെ ഞാനിപ്പോൾ ചിറ്റോട് പറഞ്ഞല്ലോ, കഴിഞ്ഞ കാലത്തെ സ്നേഹനിർഭരമായിട്ടുള്ള ഓർമ്മകൾ അയാൾ വന്നപ്പോൾ തൊട്ടുണർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അർജുനെ ഞാൻ വീണ്ടും ഓർത്തു എന്നുള്ളതാ സത്യം എന്നുള്ള കാര്യവും പിങ്കി ഇങ്ങനെ ചിറ്റയോട് പറയുക. അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യ വരെ ഇളക്കി മറിച്ചിട്ടാണ് നിർമ്മല അങ്ങ് പോയത്. അതിന് നിറഭേദങ്ങളൊന്നുമില്ല, ഇതിനി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ചിറ്റ പേടിക്കണ്ടെന്നും പറഞ്ഞു. അത് മതി, അത് മാത്രം മതി. പിന്നെ വെറുതെ നീ ഓരോ കാരണത്തിൻ്റെ പേരിൽ ജീവിതം ഇങ്ങനെ ഒരുക്കി തീർക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ജീവിതം ഇനി ഈ കുഞ്ഞിനും ഗൗതത്തിനും വേണ്ടി മാത്രമുള്ളതായിരിക്കും എന്നും പറഞ്ഞു പിങ്കി വീണ്ടും അവിടെ നിന്ന് ഇതിനെപ്പറ്റി പറയാം. അങ്ങനെ തന്നെ വേണം മോളെ എന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു പിങ്കി അർജുൻ്റെ ഫോട്ടോയും നോക്കി ഇങ്ങനെ അവിടെ നിൽക്കും. അപ്പോഴും നന്ദ ഇങ്ങനെ നിന്ന് ആലോചിക്കുക കേട്ടോ ആ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയും അതുപോലെ തന്നെ പിങ്കിയുടെ മാനസികാവസ്ഥയെ പറ്റി. അതിനുശേഷം നമ്മുടെ പിങ്കി സംസാരിച്ച കാര്യങ്ങൾ, അതായത് അർജുൻ്റെ ഫോട്ടോ നോക്കി സംസാരിച്ച കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ആദ്യം ഇതൊക്കെ ചിന്തിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ട്വിസ്റ്റ് സംഭവിക്കുന്ന ആദ്യമായിട്ടാണ്. നിർമ്മൽ ഇപ്പോൾ ഈ നാട്ടിലേക്ക് വന്നത് തന്നെ നിർമ്മലിന് എന്തെങ്കിലും ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ ഉണ്ടാവുമോ എന്നൊക്കെ നന്ദ ഇങ്ങനെ നിന്ന് ആലോചിച്ച് കൂട്ടുക. ഗൗതം സാറിൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ജീവിതത്തിൽ ഒരു സർപ്പമായി മാറാതെ പിങ്കിയെ ഗതി തിരിച്ചു വിടാനാണോ ഭഗവാനെ നീ നിർമ്മലിനെ കൊണ്ടുവന്നതെന്നൊക്കെ നന്ദ ഇങ്ങനെ ചോദിക്കുവാണ് ഭഗവാനോട് മനസ്സിൽ. അങ്ങനെ നന്ദ ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ലക്ഷ്മിയും അതുപോലെ അവരെല്ലാവരും കൂടി ഇരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ അരുന്ധതി പിങ്കിയോട് ഈ വന്ന നിർമ്മലിനെ പറ്റി പറയാം. മാന്നാറശാലയിൽ പോയി വഴിപാട് കഴിച്ചോളാം എന്നുള്ള വഴിപാട് കഴിപ്പിക്കാൻ പോയതുകൊണ്ടാണ് ഞാനും ജഗനും കൂടെ രാവിലെ തന്നെ പോയത്. പക്ഷേ അർജുൻ്റെ അതേ രൂപത്തിൽ ഒരാളെ ദേവി ഇങ്ങോട്ട് അയക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നൊക്കെ പറയുക കേട്ടോ നമ്മുടെ അരുന്ധതി അന്നേരം. ഇത് കേട്ടപ്പോൾ ഏട്ടത്തി ആരാ പ്രതീക്ഷിച്ചത്? ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. എല്ലാവരും നടുക്കത്തിലാണോ ആശ്ചര്യത്തിലാണോ ഒന്നും നിശ്ചയമില്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്ന് ലക്ഷ്മി അന്നേരം പറയും. അതൊക്കെ കേട്ട് പിങ്കി മിണ്ടാതിരിക്കുവാണ്. ബാലൻ ഒരു സന്തതിയും കൂടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ വല്ലാതെ മനസ്സ് നൊന്തതായിരുന്നു എനിക്ക് സുമംഗലയുടെ കാര്യം ഓർത്തിട്ട്. ഇപ്പോൾ നമ്മുടെ അർജുൻ തന്നെയാണ് വന്നത് എന്ന് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു നിശ്ചയവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പച്ചിക്ക് വലിയ ആശ്വാസമായി ആ ഒരു വരവ്. സംസാരിക്കാൻ ഇതുവരെ ഒരു വിഷയം പോലും ഇല്ലാതിരുന്ന അപ്പച്ചി നിർമ്മൽ വന്നതിൽ പിന്നെ വാതോരാതെ സംസാരമായിരുന്നു അവനെ പറ്റിയെന്നൊക്കെ പറയുവാണ് നമ്മുടെ നന്ദയും അന്നേരം. ഏട്ടത്തി സുമംഗല മനസ്സുകൊണ്ട് അർജുൻ തിരിച്ചു വന്നു എന്ന് അംഗീകരിച്ചതുപോലെ ആയിരുന്നു എന്നൊക്കെ പറയുക. പിന്നെ ഓരോ തുള്ളി മണ്ണും സാവിത്രിക്കും മോനും കൊടുക്കില്ല എന്ന് ശപഥം ചെയ്തവൾ ഇപ്പോൾ എന്ത് വേണമെങ്കിലും നിർമ്മലിന് കൊടുക്കാവുന്ന വരെ ആയി എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ പറയുവാണേ. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴും നന്ദ ഭയങ്കര ഹാപ്പി. പക്ഷേ പിങ്കി വിഷമിച്ചിരിക്കുക. നിനക്കോ മോളെ എന്ന് പിങ്കിയോട് അന്നേരം അരുന്ധതി ചോദിച്ചു. അത് കേട്ടപ്പോഴും പിങ്കി ഒന്നും മിണ്ടുന്നില്ല. നിനക്ക് എന്ത് തോന്നി ആ പയ്യനെ കണ്ടപ്പോൾ? നീ ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പം കൃത്യമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല വലിയമ്മായി. നെഞ്ചിലൊരു ഇടിവാള് വീണതുപോലെ എനിക്ക് ആദ്യം തോന്നിയത് അർജുൻ അല്ല മുന്നിൽ നിൽക്കുന്നതെന്ന് വിശ്വസിക്കാനേ എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഈശ്വര, എനിക്കിനി എന്നാ ആ കുട്ടിയെ ഒന്ന് നേരിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുക എന്നൊക്കെ അരുന്ധതി പറഞ്ഞു. ഏട്ടത്തി നന്ദമോളുടെ കയ്യിൽ ഫോൺ നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞു അന്നേരം ലക്ഷ്മി. മോളെ ഒരിക്കൽ കൂടി ആ കുട്ടിയെ നീ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചു വരുത്തണേ. ശരി വിളിക്കാമല്ലോ വല്യമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് കാണാനാണെന്ന് വല്യമ്മ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവരതും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഗൗതം വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം വേഗം മോനെ ഗൗതം നീ അറിഞ്ഞോടാ ഇന്നിവിടെ അർജുൻ വന്നിരുന്നു എന്ന്. അപ്പോഴത്തേക്കും ഗൗതം നടുങ്ങി വിറച്ച് നന്ദയെ ഇങ്ങനെ നോക്കുക. അപ്പോൾ ഗൗതത്തിനൊന്നും മനസ്സിലായില്ല. എല്ലാവരും ഇങ്ങനെ ഇരിക്കുമല്ലേ. അപ്പോഴേക്കും നമ്മുടെ നന്ദ കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ നന്ദമോളുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വന്നത് ആ മോൻ ബാലൻ്റെ എനിക്കറിയാം ഒറ്റപ്പാലക്കാരൻ നിർമ്മലല്ലേ എന്ന് നമ്മുടെ ഗൗതം ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ ഗൗതത്തിനെ തന്നെ നോക്കി നിൽക്കുക. ആ സമയത്ത് നമ്മുടെ ഗൗതം നന്ദയുടെ നേരെ തുറച്ച് നോക്കി നിൽക്കുമ്പോൾ ഗൗതം സാറിന് അങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു. അർജുൻ്റെ മുഖസാദൃശ്യവും കണ്ട ഉടനെ നീയാണോ ആ റാസ്കലിനെ ഇങ്ങോട്ട് ആനയിച്ചത് എന്ന് നന്ദയോട് ചോദിക്കുവാണ് നമ്മുടെ ഗൗതം. അപ്പോൾ നന്ദ ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.